നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി. കുടമാറ്റം ചുരുക്കി നടത്താനും തീരുമാനം. ഇലഞ്ഞിത്തിരമേളവും മഠത്തിൽ വരവും ചെറുപൂരങ്ങളും ആന എഴുന്നള്ളിപ്പും പതിവ് പോലെ. തീരുമാനം. തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയ്ക്കെതിരെ കേസെടുത്ത കൊല്ലങ്കോട് പോലീസ്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാടി ഡാമിലേക്കുള്ള പ്രധാന പാതയിൽ ഒറ്റക്കൊമ്പന്റെ സഞ്ചാരം. ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. പൊതുവെ കാട്ടാനപ്പേടി നിലനിൽക്കുന്ന മേഖലയിൽ ഒറ്റക്കൊമ്പന്റെ ഇറക്കത്തിൽ ഭീതിയിലായി പ്രദേശവാസികൾ. പറളി എടത്തറ 5-ാം മൈൽ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പെരുകുന്നതിന്റെ പ്രധാന കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. പാതയോരങ്ങളിൽ തെരുവിളക്കിന്റെ കുറവും ഉള്ളവ കണ്ണുചിമ്മിയിട്ട് മാസങ്ങൾ ആയി എന്നും പരാതി. റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നതിന് കാരണക്കാരായവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുൻ മന്ത്രി ശങ്കരനാരായണന്റെ സ്റ്റാഫ് അംഗമായിരുന്ന ജയരാജൻ. വാർത്തകൾ വിശദമായി. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി. കുടമാറ്റം ചുരുക്കി നടത്താനും തീരുമാനം. ഇലഞ്ഞിത്തിരമേളവും മഠത്തിൽ വരവും ചെറുപൂരങ്ങളും ആന എഴുന്നള്ളിപ്പും എല്ലാം മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടക്കും. തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തിരുവമ്പാടി വിഭാഗത്തിന്റെ തൃശൂർ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് പുരയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചത്. കുടമാറ്റത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന കുടമാറ്റം 15 മിനിറ്റാക്കി ചുരുക്കും. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിലുണ്ടായ ദുരന്തത്തിൽ 14ഓളം ആളുകളാണ് മരണപ്പെട്ടത്. നിരവധി മൃതദേഹാവശിഷ്ടങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി പ്രധാന വെടിക്കെട്ട് നടത്താൻ പാറമേക്കാവ് ദേവസ്വം താൽപ്പര്യം അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിതല ചർച്ചയിൽ ഇത് ഒഴിവാക്കുകയായിരുന്നു. വെടിക്കെട്ടിന് പകരം ആചാരം പാലിക്കുന്നതിനായി ഒരു കതിനയോ കുഴിമിന്നലോ മാത്രമാകും പൊട്ടിക്കുക. അതേസമയം പൂരത്തിൻ്റെ മറ്റെല്ലാ ചടങ്ങുകളും ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇലഞ്ഞിത്തിരമേളവും മഠത്തിൽ വരവ്, ചെറുപൂരങ്ങൾ, ആനയെഴുന്നള്ളിപ്പ് തുടങ്ങിയവയെല്ലാം മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പ്രതികരിച്ചു. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം, കുറച്ച് സെറ്റ് അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. 15 ആനകൾ വീതം. അത് ഓരോ ആൾക്കാർക്കും ഓരോ പോലെയല്ലേ. കുടമാറ്റം അതുപോലെ തന്നെ നടക്കും. പ്രതീകാത്മകമായിട്ട് നടക്കും. അത് കുറച്ച് ഇപ്പൊ നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പൊ പ്രതീകാത്മകമായിട്ട് നടക്കും. ദുരന്ത പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കും. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കും. മറ്റ് പൂരച്ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരുമെന്ന് തിരുവമ്പാടി ദേവസ്വവും വ്യക്തമാക്കി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ K. രാജൻ, VN വാസവൻ, R. ബിന്ദു, കളക്ടർ, പോലീസ് കമ്മീഷണർ, വിവിധ സർക്കാർ വകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയുടെ ഉടമയ്ക്കെതിരെ കൊല്ലങ്കോട് പോലീസ് കേസെടുത്തു. പാറമേക്കാവ് ദേവസ്വത്തിന് വെടിക്കോപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് മുതലമട വെള്ളാരംകടവിൽ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസെടുത്തത്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നുകളും സൂക്ഷിക്കുന്നതായി ചിറ്റൂർ തഹസിൽദാർ ചിറ്റൂർ DYSPക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാടി ഡാമിലേക്കുള്ള പ്രധാന പാതയിൽ ഒറ്റക്കൊമ്പന്റെ സഞ്ചാരം. ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പൊതുവെ കാട്ടാനപ്പേടി നിലനിൽക്കുന്ന ഈ മേഖലയിൽ ഡാമിന്റെ പ്രധാന പാതയിലൂടെയുള്ള ഒറ്റക്കൊമ്പന്റെ സഞ്ചാരം പരിസരവാസികളിൽ ഭീതി പരത്തിയിട്ടുണ്ട്. ഡാമിലേക്കുള്ള പ്രധാന പാതയോട് ചേർന്നുള്ള കാർ പാർക്കിംഗ് സ്ഥലത്ത് നായ്ക്കൂട്ടങ്ങളെ ആക്രോശിച്ചുകൊണ്ടുള്ള കുരച്ചുചാട്ടത്തിൽ അല്പം ഭയന്ന ഒറ്റക്കൊമ്പൻ ഡാമിലേക്കുള്ള പ്രധാന കവാടത്തിന് സമീപത്തുള്ള മതിൽ പൊളിച്ചാണ് ആന ഡാമിലേക്ക് പ്രവേശിച്ചത്. ഡാമിന്റെ മറുകരയിൽ സുരക്ഷിതത്തിനായി മതിൽ സ്ഥാപിച്ച് സാമൂഹ്യ വിരുദ്ധർ തകർത്തത് കാട്ടാനകളുടെ എളുപ്പത്തിലുള്ള സഞ്ചാരത്തിന് വഴിയൊരുങ്ങി. കൂടാതെ ഈ വഴി താണ്ടി അനധികൃത മീൻപിടുത്തവും നിർബാധം തുടരുന്നതായി പറയുന്നു. പുലർക്കാലങ്ങളിലേക്കുള്ള പ്രഭാത സവാരിക്കും രാവിലെ ജോലിക്കും മറ്റുമായി ആദ്യത്തെ ബസ്സിനായി പോകുന്നവരും പുലർച്ചെയുള്ള ഒറ്റക്കൊമ്പന്റെ റോഡിലുള്ള സഞ്ചാരം ഭയവും ആശങ്കയും കലർന്നതാണ്. ഡാമിന് സമീപത്തായി കടകമ്പോളങ്ങളും ഹോട്ടലുകളും മറ്റും ചെറുകിട ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകളുമുണ്ട്. പൊതുവെ കാട്ടാനപ്പേടി ഈ മേഖലയിലുണ്ടെങ്കിലും ഡാമിന്റെ പ്രധാന പാതയിലൂടെയുള്ള ഒറ്റക്കൊമ്പന്റെ സഞ്ചാരം പരിസരവാസികളിൽ ഭീതി പരത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളി എടത്തറ 5-ാം മൈൽ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പെരുകുന്നതിന് പ്രധാന കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. പാതയോരങ്ങളിൽ തെരുവ് വിളക്കിന്റെ കുറവും ഉള്ളവയാണെങ്കിൽ കണ്ണുചിമ്മിയിട്ട് മാസങ്ങളായി എന്നും പരാതി. റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നതിന് കാരണക്കാരായവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും
മുൻ മന്ത്രി ശങ്കരനാരായണന്റെ സ്റ്റാഫ് അംഗമായിരുന്ന ജയരാജൻ പറഞ്ഞു. പാലക്കാട് മുതൽ പത്തിരിപ്പാല വരെ നമ്മുടെ ദേശീയപാതയിൽ വിളക്കുകളില്ല. അതാരാ ശ്രദ്ധിക്കേണ്ടത്? എന്താ അധികാരികൾ കാണിക്കുന്നത്? ലൈറ്റ് വേണ്ടേ? സുരക്ഷാ സംവിധാനം വേണ്ടേ? സീബ്ര ലൈൻ വേണ്ടേ? ഇതൊന്നുമില്ലാത്തൊരു പാതയാണ് നമ്മുടെ പാലക്കാട് ഒളപ്പുള്ളി സംസ്ഥാന പാത. ജീവനാണ് വലുത്, ജീവനാണ്. അത് അധികാരികൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ വിനീതമായ. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ടെർമിനലായി ഉയർത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചതായി വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ടെർമിനലാക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് എം പി റൂൾ 377 പ്രകാരം ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചതിനുള്ള മറുപടിയായാണ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി റവനീത് സിംഗ് ഇക്കാര്യം അറിയിച്ചത്. 2 മുഴുനീള പ്ലാറ്റ്ഫോമുകളും 2 ബേ പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനാണ് പാലക്കാട്. ഇവിടെ കോച്ച് അറ്റകുറ്റപ്പണികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കൂടാതെ ഒരു പിറ്റ് ലൈൻ, 4 സ്റ്റേബിളിംഗ് ലൈനുകൾ, സീക്ക് ലൈൻ, ഷെഡ് സൗകര്യങ്ങൾ, 17 ICF കോച്ചുകൾക്കായി ഒരു അധിക ബേ പ്ലാറ്റ്ഫോം, നിലവിലുള്ള ഒരു ബേ പ്ലാറ്റ്ഫോം ലൈൻ, 26 ICF കോച്ചുകൾക്കുള്ള പ്ലാറ്റ്ഫോം ലൂപ്പ് ലൈനാക്കി മാറ്റൽ എന്നിവയ്ക്കുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു അധിക പിറ്റ് ലൈൻ നിർമ്മിക്കാനുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഈ പ്രവൃത്തികളെല്ലാം പൂർത്തിയാകുമ്പോൾ പുതിയ ട്രെയിനുകൾക്ക് സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിക്കാനും അവസാനിക്കാനും സാധിക്കും. കൂടാതെ പാലക്കാട് സ്റ്റേഷൻ പാലക്കാട് ഡിവിഷന്റെ ടെർമിനലുകളിൽ ഒന്നായി കണക്കാക്കണമെന്നും മന്ത്രി MPക്കുള്ള മറുപടി കത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ കെ മോഹൻദാസ് നഗറിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. 12 മണിക്കൂർ ജോലി ചെയ്യാൻ തെലങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞു. 12 മണിക്കൂർ ജോലി ചെയ്യാൻ UPയിലെ BJP ഗവൺമെന്റ് പറഞ്ഞു. 12 മണിക്കൂർ ജോലി ചെയ്യാൻ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് പറഞ്ഞു. BJPയും കോൺഗ്രസും അതുപോലെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 12 മണിക്കൂർ ജോലി ചെയ്യാൻ എല്ലാ തൊഴിലാളികളോടും പറയുകയും മിനിമം കൂലി 211 രൂപയാണ് ഒരു ദിവസം നിങ്ങൾക്ക് കൂലി കിട്ടേണ്ടത്, അത് വാങ്ങി ജോലിയെടുക്കണം 14 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ 12 മണിക്കൂറും 14 മണിക്കൂറും ജോലിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടായുള്ളൂ. ആ ഗവൺമെന്റിന്റെ പേര് കേരളത്തിലെ പിണറായി കേരള ഗവൺമെന്റ്. ജില്ലാ പ്രസിഡന്റ് കെ പ്രശോഭ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി കെ സവിത രക്തസാക്ഷി പ്രമേയവും, വൈസ് പ്രസിഡന്റ് വി പ്രജീവ് അനുശോചന പ്രമേയവും, ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG ബിന്ദു സംഘടനാ റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ B മോഹൻദാസ് കണക്കും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ K ഭാസ്കരൻ, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K മഹേഷ്, ജില്ലാ സെക്രട്ടറി A ആരിഫ്, KWA പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ബേബി തോമസ്, യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, ട്രഷറർ OR ഷാജി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EP ഫിറോസ്, ഷൊർണൂർ ബ്രാഞ്ച് സെക്രട്ടറി KA ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിർധനർക്ക് താങ്ങും തണലുമായി പത്തിരിപ്പാലയിലെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മാറിക്കഴിഞ്ഞതെന്ന് സാമൂഹ്യ പ്രവർത്തക VK കൃഷ്ണലീല ടീച്ചർ പറഞ്ഞു. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ധനശേഖരണാർത്ഥം നടത്തിയ നറുക്കെടുപ്പിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്കൂട്ടി സമ്മാനം ലഭിച്ച വിജയികൾക്കുള്ള സമ്മാന വിതരണം VK കൃഷ്ണലീല ടീച്ചർ നിർവഹിച്ചു. തുടർന്ന് വാഹനത്തിന്റെ താക്കോൽദാന കൈമാറ്റവും അവർ നിർവഹിച്ചു. സഹായഹസ്തം എന്ന ലക്ഷ്യമിട്ട് 2016 തുടങ്ങിയ ഈ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് 10 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഈ നാട്ടിലെ സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയിരിക്കുകയാണ്. ഇത് ഒരു കൂട്ടം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പോരാ, മഹത് വ്യക്തിത്വങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സും വിശാല ഹൃദയവും കഠിനാധ്വാനം ചെയ്യാനുള്ള അവരുടെ സന്നദ്ധതയുമാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്പാദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ ക്ഷണിച്ച അന്ന് മുതൽക്ക് ഇന്ന് വരെ ഇത്രയും വർഷക്കാലം ഞാൻ ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. സർക്കാർ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ പ്രത്യേക ഏജൻസികളിൽ നിന്നുള്ള ഫണ്ടിങ്ങോ ഒന്നും തന്നെ ഇല്ലാതെ അവനവൻ്റെ കയ്യിൽ നിന്നും എടുത്ത തൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് തൻ്റെ സഹോദരങ്ങൾക്ക് എന്ന ലക്ഷ്യമിട്ടിട്ടാണ് ഇത് പ്രവർത്തിക്കണമെന്ന് അറിയാം. MC വാസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ബാലകൃഷ്ണൻ, N തങ്കപ്പൻ, N ചന്ദ്രൻ, TV വിശ്വംഭരൻ, N മണികണ്ഠൻ നെച്ചിക്കാട്ടിൽ, വിജയൻ, AP ഉണ്ണീഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ഡിവൈഎഫ്ഐ ഷൊർണൂർ മുണ്ടായ യൂണിറ്റ് പ്രസിഡന്റും നാടൻ പാട്ടിലൂടെ നാടിൻ്റെ അഭിമാന താരവുമായി മാറിയ മുണ്ടായ പെരുമനത്ത് പറമ്പിൽ നിതിൻ പി ഹരിയുടെ 1ാം അനുസ്മരണ യോഗം മുണ്ടായ സെന്ററിൽ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാവുന്നതിലൂടെ ആ പ്രസ്ഥാനം എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. കേവലം ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തുക എന്ന യാന്ത്രികമായ പ്രവർത്തനത്തിനപ്പുറത്ത് നിന്ന് ഓരോ ആളുകളും തമ്മിലുള്ള വൈകാരിക ബന്ധമാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. ഈ 2800-ലധികം വരുന്ന യൂണിറ്റുകളിലെ 4.5 ലക്ഷത്തിലധികം വരുന്ന ഡിവൈഎഫ്ഐയുടെ അംഗങ്ങൾ ഈ ജില്ലയിലുണ്ട്. ആ 4.5 ലക്ഷം ആളുകളെയും ഡിവൈഎഫ്ഐ ചേർത്ത് പിടിക്കുന്നത് ഡിവൈഎഫ്ഐ എന്നുള്ള ബന്ധത്തിനപ്പുറത്തായി ഒരു യുവാവ് എന്നുള്ള നിലയിൽ അവനെ എങ്ങനെയാണ് നാടിന്റെ പ്രിയങ്കരനാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുക, അതിനു വേണ്ട പ്രോത്സാഹനം ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും നൽകിയിരുന്നു. സജീവ പ്രവർത്തകനായിരുന്നു നിജിൽ. ഈ പ്രദേശത്തിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ചെറുപ്പക്കാരൻ. CPIM ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് പ്രസിഡന്റ് കെ ഷിമ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, LC സെക്രട്ടറി ND ദിൻഷാദ്, LC അംഗം രാജേഷ് പട്ടത്ത്, MK രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സലീഷ ശങ്കർ, ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, മേഖലാ പ്രസിഡന്റ് P ശ്രീജേഷ്, മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ കൂട്ടുകലാവേദി ഓർമ്മകളുടെ നിജിൽ എന്ന പേരിൽ നാടൻ പാട്ടുകളും അവതരിപ്പിച്ചു. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായി അപ്പം തന്നെ പറയാറുണ്ട്, അപ്പം തന്നെ പറയാറുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാടാനാകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. മേൽശാന്തി മുക്തി നാരായണൻ ശുക്ല മുഖ്യ കാർമ്മികത്വം നൽകി. ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. വാടാനാകുറിശി വാസുദേവപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് വ്യാഴാഴ്ച പ്രതിഷ്ഠാദിനം ആഘോഷിച്ചത്. രാവിലെ ത്രികാല പൂജയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. മേൽശാന്തി മുക്തി നാരായണൻ ശുക്ലയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഈ ദിവസം ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ത്രികാലപൂജ, ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവ നടന്നു. കൂടാതെ ഭഗവാൻ കൃഷ്ണന് പ്രധാനപ്പെട്ട പാൽപ്പായസം, തൃക്കൈവെണ്ണ എന്നീ നിവേദ്യങ്ങളും ഭഗവാന്റെ ശ്രീകോവിനുള്ളിൽ നെയ്വിളക്ക്, ചുറ്റുവിളക്ക്, കദളിപ്പഴം നിവേദ്യം, ഗണപതി ഭഗവാന് ഗണപതി ഹോമം, ഭഗവതിക്ക് കഠിനപ്പായസം, നെയ്പായസം, ശാസ്താവിന് നീരാഞ്ജനം, കഠിനപ്പായസം എന്നീ വഴിപാടുകളും നടന്നിരുന്നു. കൂടാതെ ഭഗവത് സേവയും ഉണ്ടായി. അതേസമയം ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഇതിനകം പുരോഗമിച്ചു വരികയാണ്. കൂടാതെ മറ്റു പ്രവർത്തനങ്ങളും ഇവിടെ നടത്തേണ്ടതുണ്ട്. ഏകദേശം 50 ലക്ഷം രൂപയാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് വേണ്ടിവരുന്നത്. ക്ഷേത്രം കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇനി മാറ്റുലി. IPL കപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇത്തവണ ഏത് ടീമിനാണ് വിജയസാധ്യത? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. സഞ്ജു സാംസൺ കളിക്കുന്ന കാരണം ആളൊരു നല്ല ബാറ്റിംഗുകാരനാണ്, ആളൊരു നല്ല കളിക്കാരനാണ്. അത് കാരണം ചെന്നൈ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫൈനലിൽ എത്തിച്ചേരണം, കപ്പ് നേടണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്ഥിരമായിട്ട് കാണാറുണ്ടോ കളി? കളി കാണുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട താരമാണോ സഞ്ജു? മാറ്റുലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി. കുടമാറ്റം ചുരുക്കി നടത്താനും തീരുമാനം. ഇലഞ്ഞിത്തിരിമേളവും മഠത്തിൽ വരവും ചെറുപൂരങ്ങളും ആന എഴുന്നള്ളിപ്പും പതിവ് പോലെ. തീരുമാനം തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ. മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയ്ക്കെതിരെ കേസെടുത്ത കൊല്ലങ്കോട് പോലീസ്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാടി ഡാമിലേക്കുള്ള പ്രധാന പാതയിൽ ഒറ്റക്കൊമ്പന്റെ സഞ്ചാരം. ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. പൊതുവെ കാട്ടാനപ്പേടി നിലനിൽക്കുന്ന മേഖലയിൽ ഒറ്റക്കൊമ്പന്റെ ഇറക്കത്തിൽ ഭീതിയിലായി പ്രദേശവാസികൾ.
പറളി എടത്തറ 5-ാം മൈൽ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പെരുകുന്നതിന്റെ പ്രധാന കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. പാതയോരങ്ങളിൽ തെരുവിളക്കിന്റെ കുറവും ഉള്ളവ കണ്ണുചിമ്മിയിട്ട് മാസങ്ങൾ ആയി എന്നും പരാതി. റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നതിന് കാരണക്കാരായവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുൻ മന്ത്രി ശങ്കരനാരായണന്റെ സ്റ്റാഫ് അംഗമായിരുന്ന ജയരാജൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.